എമ്പുരാൻ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് പൃഥ്വിരാജിന്റെ സിനിമകളിലുള്ളത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നുവെന്നും യുവമോർച്ച ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. KR സാജു വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. സാജു, സംഘ് പ്രൊഫൈലുകളിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇതിനകം പൃഥ്വിരാജിനെതിരെ ഉയരുന്നുണ്ട്. അതിനിടെ ഇപ്പോൾ ഗണേഷിന്റെ പോസ്റ്റ് കുറെ കൂടി കടന്ന കൈയാണ്. എങ്ങനെ കാണാം അതിനെ? സൈഫുദ്ദീൻ, ഈ വിവാദത്തിൽ നിന്നും വഴിമാറി നടക്കാൻ അല്ലെങ്കിൽ തലയൂരി പോകാൻ വേണ്ടിയാണ് BJP സംസ്ഥാന നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നത്. അതിനിടയിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ കെ ഗണേഷ് ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ അല്പം കടന്ന പ്രയോഗങ്ങളൊക്കെ ഉള്ളതാണ് ഈ പോസ്റ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെതിരെ അദ്ദേഹത്തിൻ്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫേസ്ബുക്കിലെ ഈ കുറിപ്പ് തുടങ്ങുന്നത്. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് എന്നാണ് ഗണേഷ് കുറ്റപ്പെടുത്തുന്നത്. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരെയൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഗണേഷ് പറയുന്നത്. കൊറോണ കാലത്തെ അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തൻ്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്ന് ന്യായമായും സംശയിക്കണം എന്നാണ് ഗണേഷ് പറയുന്നത്. ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം, ബഹിഷ്കരിക്കാനല്ല, മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ട് പറയാം എന്നു പറഞ്ഞുകൊണ്ടാണ് യുവമോർച്ച നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മുതിർന്ന BJP നേതാവായ മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരനോട് ഈ സിനിമയെ സംബന്ധിച്ച വിവാദങ്ങളോട് ചോദിക്കുമ്പോൾ അതിനെല്ലാം സംസ്ഥാന നേതൃത്വം ഇന്നലെ വിശദീകരിച്ചതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഒരു വാചകം പോലും പറഞ്ഞ് ആ വിവാദത്തിൽ തലവെക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് യുവമോർച്ചയുടെ നേതാവായ ഗണേഷ് പൃഥ്വിരാജിനെ നേരിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ IS ആശയങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ടോ എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും BJP ഈ വിവാദത്തിൽ നിന്നും വഴിമാറി നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ അണികളും അല്ലെങ്കിൽ യുവജന നേതാക്കളൊന്നും അതിന് BJP സംസ്ഥാന നേതൃത്വത്തെ കൂടി സമ്മതിക്കുന്നില്ല എന്നുകൂടി നമ്മൾ ഈ പോസ്റ്റുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ മുരളി ഗോപിയെ ഇതിൽ പരാമർശിക്കുന്നില്ല. നടൻ മോഹൻലാലിനെ ഈ പോസ്റ്റിൽ പരാമർശിക്കുന്നില്ല. അറ്റാക്ക് മുഴുവൻ സംവിധായകൻ മാത്രമായ പൃഥ്വിരാജിനെതിരെയാണ്. ആ രീതിയിൽ കൂടി പോസ്റ്റിനെ കാണണമെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് സംഘപരിവാർ ആശയത്തോട് കൂറു പുലർത്തുന്നവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന അറ്റാക്കുകളെല്ലാം പൃഥ്വിരാജിനെ കേന്ദ്രീകരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഗണേഷിൻ്റെ പോസ്റ്റ് വരുമ്പോൾ അതിന് സംഘടനാപരമായ മാനങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അതിന് സംഘടനാപരമായ ഉത്തരവാദിത്വം ഒരാൾ നടത്തുന്ന വിമർശനം കൂടിയാണ്. BJP ഈ സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെ അതുമാത്രമല്ല, ഇതുമായി പോസ്റ്റിലെ പല പരാമർശങ്ങളും കടന്ന പ്രയോഗങ്ങൾ അടങ്ങിയവയാണ് എന്നുള്ളതാണ്. പൃഥ്വിരാജിനെതിരെ ആരോപിച്ച് അവസാനം എത്തുന്നത് IS ആശയങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ടു എന്ന സംശയമൊക്കെ ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് സംഘപരിവാർ ആശയമുള്ള പ്രൊഫൈലുകൾ ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ അവരുടെ അറ്റാക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തിരിച്ചു വച്ചിരിക്കുന്നു. മോഹൻലാൽ അടക്കമുള്ളവരെ മാറ്റി നിർത്തുക എന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ പെട്ടുപോയി എന്ന രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കാൻ പല പ്രൊഫൈലുകളിൽ നിന്നുമുള്ള പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലാണ് അതിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാം പൃഥ്വിരാജിൻ്റെ ഒരു ഒളിച്ചു കടത്തൽ എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചും അത്തരം പ്രചാരണം നടത്താനുമാണ് സംഘപരിവാർ ആശയത്തോട് കൂറു പുലർത്തുന്നവ പ്രൊഫൈലുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ. ശരി സാജു.